നായകൻ സഞ്ജു സാംസന്റെ പരിക്ക് മുതൽ ഒത്തുകളി ആരോപണം നേരിടേണ്ടി വന്നതുൾപ്പെടെയായി നിരവധി തിരിച്ചടികളാണ് സീസണിൽ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത്. അതിനിടയിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന്റെ നീക്കങ്ങളിൽ തൃപ്തനല്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ടീമിൽ നിലനിർത്തുന്ന കളിക്കാരെ തിരഞ്ഞെടുത്ത തീരുമാനം, താരലേലത്തിൽ സ്വീകരിച്ച തീരുമാനം എന്നിവയിൽ സഞ്ജുവിന് മാനേജ്മെന്റിനെതിരെ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. താരലേലത്തിന് മുൻപ് സഞ്ജു സാംസൺ ഉൾപ്പെടെ 6 കളിക്കാരെയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയത്. 18 കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെയും യശസ്വി ജയ്സ്വാളിനെയും രാജസ്ഥാൻ നിലനിർത്തിയത്. റിയാൻ പരാഗിനെയും ധ്രുവ് ജുറൈലിനെയും 14 കോടി രൂപ വീതം നൽകി. 11 കോടി രൂപയ്ക്ക് ഹെഡ്മയറിനെയും 4 കോടി രൂപയ്ക്ക് സന്ദീപ് ശർമ്മയെയും നിലനിർത്തി. എന്നാൽ ജോസ് ബട്ട്ലറിനെ ടീമിൽ നിലനിർത്താതിരിക്കുകയും താരലേലത്തിലൂടെ ടീമിലേക്ക് തിരികെ എത്തിക്കാതിരിക്കുകയും ചെയ്ത ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ സഞ്ജു സന്തുഷ്ടനല്ല എന്ന സൂചനകളാണ് വരുന്നത്. ബട്ട്ലറെ പോലെ തന്നെ ട്രെന്റ് ബോൾട്ടിനെ ടീമിൽ നിലനിർത്താതിരുന്ന മാനേജ്മെന്റിന്റെ തീരുമാനവും സഞ്ജുവിന് ഉൾക്കൊള്ളാനായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ബോൾട്ടിന്റെ കഴിവ് ബൗളിംഗ് ചേഞ്ചുകൾ വരുത്തുന്നതിലെ സഞ്ജുവിന് മേലുള്ള സമ്മർദ്ദം കുറച്ചിരുന്നു. 8 വിദേശ കളിക്കാരെ ടീമിലേക്ക് എത്തിക്കാമെന്നിരിക്കെ 6 വിദേശ കളിക്കാരെ മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഇത് രാജസ്ഥാൻ റോയൽസിന്റെ ബെഞ്ച് സ്ട്രെങ്ത്തിനെയും പ്രധാനമായി ബാധിച്ചു. ഇതിലെല്ലാം സഞ്ജുവിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.